വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ അവിടെ സ്കൂളിലെ എല്ലാ മത്സരങ്ങളിലും ശിവനാണെങ്കിൽ ജയിക്കുന്നുണ്ട്. അന്നേരം ആ ട്രോഫി സമ്മാനമൊക്കെ സത്യയ്ക്കും പപ്പിക്കും തന്നെയാണ്. അന്നേരം ശാലിനിയാണെങ്കിൽ സ്കൂളിലേക്ക് എത്തുന്നുമുണ്ട്. അതിന് ആ ഒരു മത്സരത്തിൻ്റെ ആ ഒരു ട്രോഫി കൊടുക്കാൻ ചടങ്ങാണോ അതോ പിന്നീട് സ്കൂളിലേക്ക് എത്തുന്നതാണോ ഇല്ലയോ എന്ന് കാണിക്കുന്നില്ല. പക്ഷെ ആ ഒരു ട്രോഫി സത്യയ്ക്കും പപ്പിക്കും ഒക്കെ ആയിട്ട് ചേർന്ന് ശാലിനിയാണ് കൊടുക്കുന്നത് കാണിക്കുന്നത്. ശിവനും കൂടി ചേർന്ന് നിന്നാണ് ട്രോഫി വാങ്ങുന്നത്. അന്നേരം ശാലിനിയാണെങ്കിൽ ഇങ്ങനെ ശിവനെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ശിവനും ഇങ്ങനെ ശാലിനിയെ തന്നെ നോക്കുകയാണ്. അതായത് ആ ഒരു ശാലിനിയുടെ കുട്ടികൾക്ക് വേണ്ടി ശിവനിങ്ങനെ ആ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് അങ്കിളാണെന്ന് പറയുന്നുവെങ്കിലും അങ്ങനെ ഒരു ട്രോഫി വാങ്ങിക്കുമ്പോൾ ചെറിയൊരു ചമ്മൽ എന്നോണം ആ ശിവൻ്റെ മുഖത്ത് കാണാനുമുണ്ട്. ശാലിനി ഇങ്ങനെ ശിവനെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ശാലിനിക്കാണെങ്കിൽ പക്ഷേ നേരത്തെ ആ ഒരു ദേഷ്യം മനസ്സിലിരിക്കുകയാണ്. ആ ഒരു വീഡിയോ കണ്ടതിലുള്ള ആ ഒരു ദേഷ്യം ശാലിനിയുടെ മനസ്സിലുണ്ട്. പക്ഷെ അന്നേരം ശാലിനി ആ ഒരു ഇതിൽ കാണിക്കുന്നൊന്നുമില്ല. ട്രോഫിയൊക്കെ കൊടുത്ത് നന്നായിട്ട് പ്രസംഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിരിയുന്നുണ്ട്. തുടർന്ന് പുറത്ത് വെച്ചാണെങ്കിൽ ശിവനോട് ഇങ്ങനെ ശാലിനിയെ തട്ടിക്കയറി ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ശിവനാണെങ്കിൽ ഈ സംഭവം മനസ്സിലാവുന്നില്ല. അന്നേരം ശാലിനി പറയുന്നുണ്ട്, പുറം ലോകം അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ വിവാഹം കഴിഞ്ഞു എന്നാണ്. അതിൽ ശിവൻ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശിവൻ പറയുന്നുണ്ട് മനസ്സിലായില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ടാണോ ഞങ്ങളുടെ കുടുംബമായിട്ട് അടുത്ത് അങ്ങനെ അതിലേക്ക് വന്ന് ഈ ജോലിയുമായിട്ട് വന്നത് എന്നിങ്ങനെ ശാലിനി മുഖത്തടിച്ച പോലെ ശിവൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം ശിവനിങ്ങനെ ശാലിനിയെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. ആ ഒരു ദേഷ്യഭാവം തന്നെയാണ് ശിവൻ്റെ മുഖത്ത് കാണിക്കുന്നത്. ശിവൻ ഒരു അറിഞ്ഞില്ലാത്തൊരു കാര്യത്തെക്കുറിച്ചാണ് ശാലിനി ഇവിടെ ചോദ്യം ചെയ്യുന്നതൊക്കെ. അന്നേരം ബാക്കി ശിവൻ്റെ പ്രതികരണം എന്താകും എന്നുള്ളതാണ്. മിക്കവാറും വീണ്ടും ആ ഒരു യൂട്യൂബറെ കാണാനായിട്ട് ശിവൻ പോവുമായിരിക്കും. നേരത്തെ കണക്കിന് കൊടുത്തതാണ്. വീണ്ടും ചിലപ്പോൾ ജോൺ എബ്രഹാമിനാണോ കിട്ടുന്നതെന്നുള്ളതാണ്. ജോൺ ആണല്ലോ ഇയാളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നതൊക്കെ. അപ്പോൾ ഇയാളെ കാണുമ്പോൾ ജോണിൻ്റെ പേര് പറയുമോ? അപ്പോൾ ഇനി അയാൾക്കും കൂടി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. അത് നേരത്തെ ആ ഒരു പിന്നെ സ്കൂളിൽ ആ ട്രോഫി വാങ്ങിക്കുന്ന സമയത്തല്ല എല്ലാ മത്സരങ്ങളിലും വിജയിക്കുമ്പോൾ ഈ കുട്ടികളെ ഇങ്ങനെ എടുത്തു പൊക്കുന്ന ആ ഒരു സീനൊക്കെ ഉണ്ടല്ലോ. അതിലിങ്ങനെ കഴിഞ്ഞ വർഷത്തെ ആ ഒരു മത്സരത്തിൽ വിഷ്ണു ഇങ്ങനെ ജയിക്കുന്നതും കുട്ടികളെ എടുത്തു പൊക്കുന്നതും ഒക്കെ മാറി മാറി കാണിക്കുന്നുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇവർ ആ ട്രോഫി വാങ്ങിക്കുന്നതൊക്കെ. ഇനി പുതിയ വിശേഷങ്ങൾ കാണാം. ഓക്കെ, താങ്ക് യു.